സിനിമ പണ്ടെടുത്തിട്ട് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ലോക്കായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ലോക്ക് അല്ല കേട്ടോ, അത് നാട് വിടുക എന്ന് പറയും. കാസർഗോഡുകാർ നമ്മൾ സംസാരിക്കുമ്പോഴേ അത് നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമാവില്ല. പക്ഷേ കാസർഗോഡുകാർ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അവർ കുറച്ചുകൂടെ ഇതായിട്ടാണ് സംസാരിക്കും. ടോണിയേട്ടൻ പിടിച്ചേക്കുന്ന ഒരു സാധനം എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന ഒരു അതെ അതെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. അതായത് തീരെ മനസ്സിലാവാത്തൊരു ലൈൻ പിടിച്ചിട്ടില്ല. നമുക്ക് ഓരോ സീനിന് മുമ്പായിട്ട് മൂപ്പര് ഏത് സ്ലാങ്ങിലാണത് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് മൂപ്പര് സൈഡിൽ ഒന്നൊന്ന് പറഞ്ഞു തരും. അങ്ങനെ ഡബിങ് ആകുമ്പോഴേക്കും എല്ലാം ശരിയായി. ശരി, അതാണ് സത്യം. ടിക്ടോക്ക് തൊട്ട് നമ്മൾ ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നല്ല, നോർത്ത് ഇന്ത്യൻസിന്റെ ഷാരൂഖ് ഖാനാണ് ഇരിക്കുന്നത്, മിനി ഷാരൂഖ് ഖാനാണ് ഇരിക്കുന്നത്. മൊത്തത്തില് നമ്മള് വർക്ക് കഴിഞ്ഞ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ എന്താ പഠിച്ചത്? പാസ്പോർട്ടായിട്ട് ചെന്നപ്പോ എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയോ? എന്താവശ്യത്തിന് നിർത്തിയാലും നമുക്കൊരു ടെൻഷൻ വരും, നമ്മളിപ്പോ അകത്ത് പോകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ എവിടെയെങ്കിലും? ഒരു വെറൈറ്റി എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമയിൽ പോലും അങ്ങനെ എന്താ ഡെപ്തായിട്ട് ഇങ്ങനെ ഒരു കാസർഗോഡ് എംബസി എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും നമ്മുടെ അടുത്ത മാസം ഈ മാസം 20-ാം തീയതി നമുക്കൊരു സീരീസ് റിലീസിന് എത്തുന്നുണ്ട്. എൻ്റെ ട്രെയിലറൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. കാസർഗോഡ് എംബസി, അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്വന്തം റോണി ഡേവിഡ് ഉണ്ട്. സുധീഷേട്ടാ നമസ്കാരം. എല്ലാവരും ഉണ്ട്, നമ്മുടെ അബു സലീം ഉണ്ട്, ദീപക് പ്രബോൾ, ഗോവിന്ദ് ഭായ്, എല്ലാവർക്കും നമസ്കാരം. വളരെ നമ്മൾ ഒരു കാരവൻ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടമുണ്ട്. എല്ലാവരും കൂടി ഇതിൽ അഭിനയിക്കുന്നവരായാലും എല്ലാവരും ഒരേപോലെ ഒരു ഉഗ്രൻ ടീം വർക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പരസ്പരമായിട്ട് എല്ലാവരും സഹകരിച്ച് നല്ല രസമായിട്ട് തുടങ്ങി. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് കയറാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മള് ഈ പണ്ടത്തെ പോലത്തെ ഒരു ഫീലിങ്സ് ഇപ്പം വന്നു. മീൻസ് പണ്ട് ഭയങ്കര തിരക്കിട്ട് നമ്മൾ ചെയ്യുമല്ലോ, ഒരു പടം 10-25 ദിവസം കൊണ്ട് തീർക്കുക, അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞൊരു ടാർജറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു പോകല്ലേ. 60 ദിവസം 100 ദിവസം 120 ദിവസം പറഞ്ഞിട്ട് പടം കണ്ട ഷൂട്ടിംഗ് അല്ല. അപ്പോൾ അതേപോലെ ഇതിന്റെ ബഡ്ജറ്റിന്റെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എടുക്കാറുള്ളത്. കാരണം എനിക്ക് 3 ദിവസത്തെ ഡേറ്റ് എൻ്റെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു സ്പീഡും നമുക്ക് അറിയാലോ എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും അതിന്റെ കൂടെ ചേർന്ന് പോയി എടുക്കാൻ പറ്റുള്ളൂ. ഓരോ ഡേറ്റിൽ ഓരോ ദിവസം ഇത്ര ചാർട്ട് ചെയ്ത് കറക്റ്റ് ചാർട്ട് തീർക്കാൻ വേണം. അടിപൊളി. എന്തായാലും റോണിയേട്ടാ, എന്താ പറയാ, ഇതിൽ ക്യാരക്ടർ നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര വ്യത്യസ്തമുള്ള ഒരു മാനസും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഓരോ ക്യാരക്ടർ എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല, അത് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ, കാസർഗോഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള ഒരാളെ ഡയറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി പുള്ളിയുടെ തന്നെ സുഹൃത്ത് ശ്രീജിത്തിനെ വെച്ചിരുന്നു. ഡയറക്ടറിന്റെ പേര് ആതിഷ് എന്നാണ്, ആതിഷം നായർ എന്നാണ്. മൂപ്പര് വെച്ചിട്ടുള്ള ആള് നമുക്ക് ഓരോ സീനിന് മുമ്പായിട്ട് മൂപ്പര് ഏത് സ്ലാങ്ങിലാണത് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് മൂപ്പര് സൈഡിൽ ഒന്നൊന്ന് പറഞ്ഞു തരും. അതിനോടൊപ്പം തന്നെ നമ്മളതൊന്ന് പറഞ്ഞു വീണ്ടും മൂപ്പരുടെ പറഞ്ഞു പഠിച്ച് ഡബിങ് ആകുമ്പോഴേക്കും എല്ലാം ശരിയായി. ശരി, അതാണ് സത്യം. ഇനിയിപ്പോ കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഷയിലൊക്കെ ഇല്ലല്ലോ, അങ്ങനൊന്നും കിട്ടില്ല. നമ്മൾ ആ ടൈമിൽ പഠിച്ചു ചെയ്യുന്നതാണ് കിട്ടിയെങ്കിൽ സത്യം അറിയില്ല. ശരിക്കും അബു പഠിപ്പിച്ചു കൊടുത്തില്ലേ എല്ലാവർക്കും? ഹെൽപ്പ് ചെയ്ത് കൊടുത്തോ? ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഹെൽപ്പ് കൊടുത്തിട്ടില്ല, ഞാൻ ചെയ്ത് കൊടുത്തില്ല, അവരൊക്കെ തന്നെ ആവശ്യം വന്നിട്ടില്ല. പറഞ്ഞ പോലെ അതിശയുടെ ഫ്രണ്ട് സ്ക്രീൻ റൈറ്റർ ഉണ്ട്, അപ്പൊ ആളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം ടീം ഉണ്ടായിരുന്നു. എന്തായാലും പുള്ളി പിന്നെ സ്ലാങ്ങിന് വേണ്ടി ഒരാളുണ്ടായിരുന്നു, അതിന് നമുക്ക് ഒപ്പം നിന്ന് പറഞ്ഞു അതിന് വേണ്ടി മാത്രം പറഞ്ഞിരുന്നു. ഓക്കെ. നമ്മള് നേരെ കുറെയൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലല്ലേ പരിപാടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവര് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാവില്ല. കാസർഗോഡുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴേ അത് നമുക്ക് എന്താന്നുള്ളത് വ്യക്തമാവില്ല. പക്ഷെ കാസർഗോഡുകാർ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അവർ കുറച്ചുകൂടെ ഇതായിട്ടാണ് സംസാരിക്കുക, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പൊ റോണിയേട്ടൻ പിടിച്ചേക്കുന്ന ഒരു സാധനം എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന ഒരു പരിപാടി. അതെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. അതായത് തീരെ മനസ്സിലാവാത്തൊരു ലൈൻ പിടിച്ചിട്ടില്ല. അതെ, അത് പക്ക ഒരു കാസർഗോഡ് സ്ലാങ്ങിലേക്ക് പോയിട്ടില്ല. അങ്ങനെ
പോയിണ്ടാവില്ല അല്ലേ? അങ്ങനെ പോയി. മനസ്സിലാവുന്ന രീതിയിലുള്ള ആ അതെ അതെ അതെ. പക്ഷെ ചിലതൊക്കെ ഒറിജിനൽ കാസർഗോഡ് സ്റ്റൈൽ എന്ന സ്ലാങ്ങിൽ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ ബ്രോന്റെ ക്യാരക്ടർ ആണെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ കറക്റ്റ് ആയിട്ട് അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ക്യാരക്ടറിന്റെ സ്വഭാവം? നല്ല സ്വഭാവത്തിലാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ഒരു മൂട് പിടിച്ചങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ. ഒരാൾ അറ്റത്തിരുന്നിട്ട് ചിന്തിക്കുകയാണോ ഇനി അടുത്തത് എന്ത് പറയണമെന്ന് ചിന്തിക്കുകയാണോ? അല്ല, അവന് വൈകുന്നേരം വേണ്ട ഉറക്കത്തിലാണ് അവൻ. ഓർക്കത്തില്ലാണ്, ചിന്തിച്ചതല്ല. ഒരിക്കലും തെറ്റിയിരിക്കരുത്. പറയൂ ഗോപി ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? സൂപ്പറായിരുന്നു. എന്തോ ഒരു അർത്ഥം വെച്ച പോലെ സൂപ്പറായിരുന്നു. നന്നായിരുന്നു, സെറ്റായിരുന്നു. മൊത്തത്തില് നമ്മള് വർക്കൊക്കെ കഴിഞ്ഞ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ എന്താ പഠിച്ചത്? ഇവരോട് എങ്ങനെ പിടിച്ചിക്കാന്ന്, ഇവരുടെ എങ്ങനെ പിടിച്ചേക്കാം അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ ഈ സീരീസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഇതിൻ്റെ DOP എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു ഫുൾ പാക്ക് ഭയങ്കര രസമായിട്ടാണ്. നമുക്ക് എല്ലാം എന്തോ ഒരു പുതുമ എവിടെയൊക്കെയോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണോ എങ്ങനെയൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. മൊത്തത്തിൽ സുധീഷേറിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇത്രയും വർക്കുകളൊക്കെ ചെയ്തു വന്നാലേ നമ്മൾ ഇതിലെത്തിക്കഴിഞ്ഞപ്പോൾ? എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല എന്താ സംഭവം. എന്താ സംഭവം ഒരു പിടുത്തം കിട്ടുന്നില്ല. അല്ല, ഒരു വെറൈറ്റി എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. അതെൻ്റെ ക്യാരക്ടറിലുള്ളതാണെങ്കിലും ബാക്കിയുള്ളൊരു സബ്ജക്റ്റ് സിനിമയിൽ പോലും അങ്ങനെ എന്താ ഡെപ്തായിട്ട് ഇങ്ങനെ ഒരു കാസർഗോഡ് എംബസി എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ കുറേ കാരണം ഡയറക്ടർ അവിടുത്തെ ആളായതുകൊണ്ട് പല കാര്യങ്ങളും കൂടുതൽ അറിയാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും. ഇതിൽ ശരിക്കൊരു എല്ലായിടത്തും ഒരു പാസ്പോർട്ട്, ഒരു കള്ള പാസ്പോർട്ട് എന്നുള്ള രീതിയിലാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പലരും പേടിക്കുന്നതും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എല്ലാത്തിൻ്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുക എന്നുള്ളത്. ശരിക്കും നമ്മുടെ എല്ലാം എന്താ പറയുക, റിയൽ ലൈഫിൽ എപ്പോഴും പലരും പറയണേക്കാം പാസ്പോർട്ടും കൊണ്ട് ആ ഇമിഗ്രേഷനിലേക്ക് എത്തുമ്പോൾ എന്തിനാണെന്നറിയില്ല അറിയാതെ ഒരു പേടി വരും എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇതും കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് പുറത്തു പോകുന്നവരുണ്ട്, ഈസി ആയിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, എന്തെങ്കിലും ഒരു കണക്ഷൻ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ വേറെ രാജ്യങ്ങളിൽ പോയപ്പോൾ ഈ പാസ്പോർട്ടായിട്ട് വരുന്നപ്പോൾ എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയോ? എന്താവശ്യത്തിന് നിർത്തിയാലും നമുക്കൊരു ടെൻഷൻ വരും, നമ്മളിപ്പോൾ അകത്ത് പോകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ എവിടെയെങ്കിലും? ഒറിജിനൽ പാസ്പോർട്ടിന്റെ ട്രാവൽ ചെയ്തത് അല്ല, ഒറിജിനൽ പാസ്പോർട്ട് ആണെങ്കിലും അല്ലേ, ഒറിജിനൽ പാസ്പോർട്ട് ആണെങ്കിലും നമ്മൾ ഇമിഗ്രേഷനിലൊക്കെ ഒന്ന് നിർത്തി അറിയാതെ ഒരു പേടി വരും. അത് വെറുതെ ആവശ്യമില്ലാത്തൊരു പേടി വരും. സൗദിയിൽ പോയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഇതിങ്ങനെ പല കാരണം പലതും ചോദിക്കുന്നത് അറബിയിലായതുകൊണ്ട് നമുക്ക് ആദ്യം കിട്ടൂല. അപ്പൊ പിന്നെ നമ്മളത് ചോദിക്കുന്നു, അപ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കണം. ഇവരുടെ ഒരു ഡോമിനന്റ് നേച്ചറാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി മാത്രം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സൗദിയിൽ മാത്രം. ടെൻഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് വരാൻ പറ്റി ഇറങ്ങി. പക്ഷെ എന്നാലും ആദ്യം നമ്മൾ പറഞ്ഞ് ഇങ്ങനെ പുള്ളി ചോദിക്കണ ഒച്ചയും ബോളവും കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പിടിച്ച് മാറ്റി നിർത്തി എന്തൊക്കെയോ പരിപാടി നടക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ പറഞ്ഞ ആ സമയത്ത് അനാവശ്യമുള്ള ടെൻഷനേ നമുക്ക് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഈ മറ്റേ എന്താ പറയാ, അമേരിക്കയിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെ പോകണല്ലോ, ഇവിടെ ചെന്നൈയിൽ. അപ്പോൾ അത് എന്താ പറയുക, നമ്മുടെ പെർഫോമൻസ് പോലെയാണ് നമുക്ക് വിസ അടിച്ച് കിട്ടുക എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ചിലപ്പോൾ വിസ അടിച്ച് കിട്ടില്ല, റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവരോട് വളരെ പെരുമാറുന്ന രീതി കറക്റ്റ് ആയിരിക്കണം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് കുറച്ചധികം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേറെ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ഗ്രൂപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ലീഡർ എങ്ങനെയാണ് എന്ന് ആശ്രയിച്ചിരിക്കും നമുക്ക് ഈ വിസ അടിച്ച് കിട്ടുന്നു ഇല്ലാത്തത്. പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മളിപ്പോൾ ഫുൾ സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ എന്താ പറയുക, ഭയങ്കര മോഡേൺ സ്റ്റൈലോ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റൈലൊക്കെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതേ സമയത്ത് ഒരു എന്താ പറയുക, ഒരു സാധാരണ മുണ്ടും ഷർട്ടും ഒരു ചാക്ക് സഞ്ചിയൊക്കെ പോയ ഒരാൾക്ക് വിസ കൂളായിട്ട് അടിച്ചു പോയി കിട്ടി. അതൊന്നും ഡ്രസ്സിങ്ങിലൊന്നും കാര്യമില്ല. അവര് നമ്മൾ പെർഫോമൻസ് മാത്രമല്ല, നമ്മൾ പോകുന്ന കാര്യങ്ങൾ ടീം കറക്റ്റ് ആയിരിക്കണം. അവിടെ പോയിട്ട് വേറെ ഉഴപ്പ് പരിപാടികളോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് മുങ്ങാനുള്ള സെറ്റപ്പാണോ അതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഫേസിൽ മെയിനായിട്ട് ഗ്രൂപ്പിലാണ്. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ആദ്യം പോകാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളെ ലീഡർ മുമ്പ് കൊണ്ടുപോയ ഒരു ലീഡറുടെ പേര് ഞാൻ പറയുന്നില്ല, ലീഡർ മുമ്പ് കൊണ്ടുപോയ ഒരു ടീം ഇതേപോലെ 4-5 ആൾക്കാർ അവിടെ തിരിച്ചു വന്നില്ല. അമേരിക്കയിൽ നിന്ന് വന്നില്ല, മുങ്ങി തിരിച്ചു വന്നില്ല. അപ്പോൾ ആ ലീഡർ തന്നെയാണ് നമ്മളെ വിളിച്ചത് വീണ്ടും. നമുക്കറിയില്ലല്ലോ ഇത്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ പ്രശ്നം ഇതാണ്. കാരണം അവസാനം ചോദിച്ചു അപ്പോൾ ആ ലീഡർ എഴുന്നേറ്റ് ഖാമേ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി
ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട് എന്നെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു നമുക്ക് പോവാം വിസ വേണം നമുക്ക് പോവാം വെറുതെ നമ്മൾ അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക് ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഫൈറ്റ് സീൻ, ഇതിലെ കുറച്ച് ഫൈറ്റ് സീൻ ദീപക് ബ്രോനാണ് കുറച്ച് ഫൈറ്റ് സീൻ വന്നേക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? കാരണം ഒരു വെബ് സീരീസിനകത്ത് നമ്മൾ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന പോലെ അതേ ക്വാളിറ്റി തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 3 മണി 4 മണി വരെ ഷൂട്ട് ചെയ്തു. ഓക്കെ, അടിപൊളി. പലരും പല റിസ്ക് എടുത്തിട്ടുണ്ട്. ബോട്ടിൽ പോകുന്ന സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായി. എന്താണ് ഒരു കൊച്ചിയുടെ അടുത്ത് ഇറക്കുന്നതുകൊണ്ട് ധൈര്യം പുറത്ത് കാണും. പിന്നല്ലാണ്ട് എങ്ങനെയുണ്ടായിരുന്നു? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും പേടിയായിരുന്നു അറിഞ്ഞായിരുന്നു. നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തോണ്ടാ. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം ആ ബോട്ട് സീൻ എടുത്തപ്പോ ബോട്ട് സ്റ്റാർട്ടായില്ലായിരുന്നു. പകുതിക്ക് വെച്ചാ ചെറുതായിട്ടൊന്ന് നിന്നിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ചത്തിട്ടില്ല എന്തായാലും. ചത്തിട്ടില്ല. ഓക്കെ. ഞാൻ അബുവിലേക്ക് വരാം. ടിക്ടോക്ക് തൊട്ട് നമ്മൾ ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് അബുവിന് ഇങ്ങനെ പല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നല്ല, നോർത്ത് ഇന്ത്യൻസിന്റെ ഷാരൂഖ് ഖാനാണ് ഇരിക്കുന്നത്, മിനി ഷാരൂഖ് ഖാനാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ മലയാളികളുടെ നിന്ന് ചാടി ഞാൻ അത്ഭുതപ്പെടുന്നു ശരിക്കും. എന്താണെന്നറിയോ, എങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഫോളോ ചെയ്തു? ഭാഷ ഇല്ല. അവനാ കൊടുക്കുന്ന കോണ്ടന്റ് അവിടെ ഉള്ളവർക്ക് അത് ഓക്കെയാണ്. ഭാഷയുടെ ആക്ഷൻ ബ്ലോക്ക് അല്ലേ, അതായത് സംസാരമില്ല, കുറവാണ്. ആക്ഷൻ ബ്ലോക്കുകളാണ് കൂടുതലും അവന്റെ പരിപാടികൾ. പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവും. ഇപ്പൊ നമ്മള് ജാക്കി ചാന്റെ നമ്മൾ പണ്ട് ആർമർ ഓഫ് ഗോഡ് കാണുമ്പോൾ നമ്മൾ ബേസിക്കലി ചൈനീസ് പടമാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത്. നമുക്ക് ഭാഷ വിഷയമില്ലല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ട്. ടോണി ജാ, ഗൂങ്, ചാർലി ചാപ്ലിൻ, നമ്മള് പക്ഷെ എടാ ഞാന് ഈ ചാർലി ചാപ്ലിൻ നീ നമ്മൾ കമ്പാരിസൺ ഇല്ല കേട്ടോ. പൊതുവെ പറഞ്ഞ കൂട്ടത്തിൽ അല്ല, ഞാൻ പറഞ്ഞ അവന്റെ പരിപാടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതാണല്ലേ. അല്ല, നമുക്ക് അറിയാലോ മറ്റേ ഇപ്പോഴത്തെ ഹാഷ്യർ ടീമുകളൊക്കെ വാഴയിൽ വെച്ചപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അതിനെക്കാട്ട് ഫോളോവേഴ്സ് ഉണ്ട് തോന്നുന്നു അല്ലേ. ബ്രാൻഡായി മാറി അല്ലേ. ഈ കാണുന്ന പോലെയല്ല, ഫ്രെയിമിൽ വേറെ ആളാ. ഇത് നോക്കി മിണ്ടാതിരിക്കണം. നോക്കി ഇങ്ങനെയൊന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. ഓക്കെ, എന്തായാലും ഇപ്പൊ നമ്മുടെ സീരീസ് റേസിന് എത്തിയാണ്. നമ്മളിത് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിലേക്കാണ് ഇത് കണക്ട് ചെയ്യുക? ടോട്ടൽ പാക്ഡ് ആണോ? എല്ലാ ടൈപ്പ് ഓഡിയൻസ്? ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ വിത്ത് ഫാമിലി ഇമോഷൻസ്, അതായിരിക്കും പറയണത്. അങ്ങനെ ആയിരിക്കും. എല്ലാവരും കാണാം, കൂളായിട്ട് എല്ലാവരും കാണാം. എന്തായാലും കുറെ പുതിയ തരികിടകൾ പഠിക്കാൻ പറ്റും ഇതിനകത്തോടെ. പഠിക്കാൻ പറ്റും. ആരാണ് ഡയറക്ടറാണോ ഇതിന്റെ കൈ നിട്ടുന്നത്? ഇത് ചെയ്തത് നല്ലതായിരിക്കും. അല്ല, ഡയറക്ടർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, സ്ക്രിപ്റ്റ് ഓൾറെഡി സെറ്റാണ്. എല്ലാം ബാക്കിയുള്ള കാര്യം സമയത്ത് വന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടീം വർക്കാണ്. കാരണം ഇതിന്റെ പുറകിൽ നിൽക്കുന്ന കോർഡിനേറ്റ് ചെയ്തവരും എല്ലാം പ്രത്യേക ഒരു കാര്യം പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു പ്രൊഡ്യൂസർ അമ്മയുടെ എന്താ ചോദിക്കാൻ പറഞ്ഞ സ്പെഷ്യൽ ആയിട്ട്? പ്രൊഡ്യൂസർ പൊളിയായിരുന്നു. 5 മണിയാകുമ്പോ ചെയ്യുന്നിപ്പിക്കും, സെറ്റാ. സ്നേഹം കൊണ്ടൊക്കെ വീർപ്പ് പിടിച്ചെന്ന് പറഞ്ഞു. പിന്നല്ലാണ്ട് ആ വീർപ്പോട്ടിക്കൽ ഇതുവരെ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ഒരു ശ്വാസം മുട്ടൽ ഇപ്പോഴും ഉണ്ട്. സത്യം. ഓക്കെ, ഇതിൽ നിന്നൊന്നും മാറി 2 കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ടൈം വളരെ കുറവായതുകൊണ്ടാണ്. ഒരു കാര്യം, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. ചേട്ടാ പറഞ്ഞിട്ടുണ്ട്, ഫാമിലിയിൽ നമ്മളൊരു സിനിമ പണ്ടെടുത്തിട്ട് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ലോക്കായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചേട്ടൻ തന്നെ മമ്മൂക്കയുടെ ഒരു പടം നമ്മുടെ കണ്ണൂർ സ്കൂൾ വഴി വന്നിട്ട് നല്ല രീതിയിലൊരു ഹിറ്റ് തന്നതാണ്. ഞാനല്ല, അനുജൻ ഡയറക്റ്റ് ചെയ്തു. ഓരോരോ പേർക്കൊരു ഒരു ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ഡയറക്റ്റ് ചെയ്തു. ഞാൻ ഡയറക്റ്റ് ചെയ്തതല്ല. അത് ഭയങ്കര ഞാൻ പറഞ്ഞത് നമ്മുടെ നിങ്ങളെ പോലെ കുറെ പേർക്ക് അറിയുന്നില്ലാണ്ട് കുറെ പേർക്ക് തെറ്റാ ധാരണയുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്തതല്ല. എൻ്റെ ബ്രദർ റോബിയാണ് ഡയറക്റ്റ് ചെയ്തത്. നമ്മളതിൻ്റെ ഒരു എഴുത്തിലുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ലോക്ക് അല്ല കേട്ടോ, അത് നാട് വിടുക എന്ന് പറയും. ഫിനാൻഷ്യൽ ലോക്ക് അല്ല അത് വേണ്ട, നമ്മളതിൽ കയറേണ്ടത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കഥ. അല്ല, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ സ്ക്വാഡ് ഹിറ്റ് അടിച്ചു, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. പിന്നെ ഒരുപാട് പേർക്ക് തെറ്റായ ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്.
എൻ്റെ അടുത്ത് ഇപ്പോൾ അടുത്ത് ഒരു അങ്കിൾ എന്നെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ മോൻ്റെ കഥയൊക്കെ ഞാൻ വായിച്ചിരുന്നു കേട്ടോ. നന്നായി മോൻ, എന്തായാലും മമ്മൂക്കെ വെച്ച് തന്നെ വീണ്ടും ഒരു പടം എടുത്ത് നിങ്ങൾ കോടീശ്വരന്മാരായല്ലോ, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അങ്കിളെ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഞാനല്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂക്ക തന്നെയാണ്. പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞത് പുള്ളിയാണ് പ്രൊഡ്യൂസ് മമ്മൂട്ടി കമ്പനിയുടെ പടമാണത്. ഓ അത് ശരി, അതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറേ പേര് തെറ്റിദ്ധരിച്ചു. അപ്പോൾ അത് സന്തോഷം. എല്ലാം തിരിച്ചു വന്നല്ലോ എല്ലാം അല്ലേ, നമുക്കുള്ള പോട്ടെ അതെല്ലാം കഴിഞ്ഞു. അതിൽ സുധീഷാണ് ഒരൊറ്റ കാര്യം കൂടി, നമ്മുടെ നന്ദനത്തില് പലരും ചോദിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ ഈ അടുത്തൊരു സിനിമയില് ശബ്ദം കൊടുത്തു, അതിൽ നായകനെ കാണിക്കൂല. ശബ്ദം കൊടുത്തു ഞാനൊരു ശബ്ദം കൊടുത്തായിരുന്നു, നായകനെ കാണിക്കൂല. പക്ഷെ ഇങ്ങനെ നായകന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും, ഒരു സെക്കൻഡ് എവിടെയെങ്കിലും ഒന്ന് ടാറ്റ എന്തെങ്കിലും ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ മനസ്സിലിങ്ങനെ കുറവ് വന്നു. പക്ഷെ നന്ദനത്തിൽ ചേട്ടൻ ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്, പക്ഷെ ആ ശബ്ദം ചേട്ടന്റെ പോയിക്കൊണ്ടിരിക്കണം. അതിന് സെലക്ട് ചെയ്ത് ചേട്ടന്റെ വോയിസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഇതിലേക്ക് സെലക്ട് ചെയ്തതില്? അത് പെട്ടെന്ന് സെലക്ട് ചെയ്താ. ഞാൻ എൻ്റെ സീൻ ഡബ് ചെയ്യാൻ വേണ്ടി പോയതാ അവിടെ. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ട്രിവാൻഡ്രത്ത് ഡബിങ്ങിന് വിളിച്ചു പോയി. അപ്പോൾ എൻ്റെ സീൻ ഡബിങ് കഴിഞ്ഞു. ഡബിങ് കഴിഞ്ഞിട്ട് ഞാൻ ശരി പോട്ടെ ചോദിച്ചപ്പോൾ അസോസിയേറ്റ് പത്മകുമാർ, രഞ്ജിയേട്ടൻ്റെ അസോസിയേറ്റ്, നമ്മുടെ പപ്പേട്ട. അപ്പം സുധീഷ് ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കുക, ഒരു ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞോട്, ഒരു സീനൊന്ന് ഡബ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ സീനെ കൃഷ്ണൻ്റെ സീനെ ഇട്ടെന്ന്. അപ്പം ഞാൻ ഡബ് ചെയ്തു, ആ സീൻ ഡബ് ചെയ്തു പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ രഞ്ജിയേട്ടൻ എന്തോ ചെന്നൈയിലാണ്. അപ്പോൾ പപ്പേട്ടൻ പോയിട്ട് ചിത്രാഞ്ജലി പോയിട്ട് സ്റ്റുഡിയോ ഇത് വിളിച്ച് പപ്പേട്ടൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് പരിപാടി, ഇത് ചെയ്തപ്പോൾ അത് ഓക്കെയാണ് ഫീൽ ചെയ്തത്, അപ്പോൾ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് ചോദിച്ചത്. അങ്ങനെ അത് ഫുള്ളായിട്ട് അന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പം ഞാൻ വേറെ തന്നെ ഒരു രീതിയിലാണ് ചെയ്തത്. ശബ്ദത്തിലാണെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ രീതിയിലാണെങ്കിലും ഞാൻ സ്ഥിരം ചെയ്യുന്ന രീതിയിലല്ല ഞാനത് ഒരു ട്രാക്ക് പിടിച്ചിട്ടാണ് അങ്ങനെ പോയത്. അരവിന്ദൻ ചെയ്തേട്ടാ. ഓക്കെ, എന്തായാലും ഒറ്റ കാര്യം കൂടി എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഒരു വിശേഷം ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അറിഞ്ഞിട്ടുണ്ട്. അതായത് പ്രാവില്ലേ, നമ്മൾ പ്രാവിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം പറക്കും മുകളിൽ കിടന്നു? അത് ഓരോ പ്രാവിനും ഓരോ ടൈമിലും മാക്സിമം എത്ര നേരം പോയിട്ട്? ദിവസങ്ങൾ വരെ ഇല്ലേ? ദിവസങ്ങൾ വരെ ഉണ്ട്, 3 ദിവസം. 48 മണിക്കൂർ. അതാ പറഞ്ഞ ദിവസങ്ങൾ ഇപ്പൊ ഒരു ടൂർണമെന്റ് അടിച്ച ബോംബെന്ന് വിട്ട പ്രാവ് 28 മണിക്കൂറിലാണ് ഇവിടെ ആലുവയിലെത്തിയത്. ഇവിടെ 48 മണിക്കൂറിലാണ് മറ്റേ മലപ്പുറം സൈഡ് എത്തിയത്. മലപ്പുറം സൈഡില് 4 ദിവസം 48 മണിക്കൂർ. 48 മണിക്കൂറുണ്ട്. 2 ദിവസം. അതെ, കൂടുതലെടുത്ത് ആയിക്കോട്ടെ. ഓ, ഇത് എങ്ങനെയാണ് ഇതിന്റെ ട്രെയിൻ ചെയ്യിക്കുന്നത്? ഇപ്പൊ മുംബൈയിൽ നിന്ന് പറത്തി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വരണ്ടേ? അതിന് എന്താ ഐഡിയ നമ്മൾ കൊടുക്കുന്നത്? അതിന് ഐഡിയ അല്ല, അതിന് എന്താ പറയണേ, ഈ പ്രാവ് ഹോമർ പ്രാവ് എന്ന് പറയും. ഇത് ലോങ് പറക്കണ പ്രാവാ. അപ്പോൾ ഇതിന് ഓൾറെഡി ഒരു ലൊക്കേഷൻ ഉണ്ടാവും. നമ്മള് എന്താ പറയണേ, നമ്മളെ ഹവായിക്കൂട് എന്ന് പറയും, വീടിന്റെ പൊക്കത്തെ ഏറ്റവും നമ്മുടെ ലൊക്കേഷൻ അറിയാൻ പറ്റിയ ഒരു കോഡ് അവിടെ ഇട്ട് ട്രെയിൻ ചെയ്യിക്കണ സംഭവം. ഇതൊക്കെ അത്ഭുതങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ഇപ്പോഴും പലരിലേക്ക് എത്തിയിട്ടില്ല ഈ സംഭവമൊക്കെ. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നിറഞ്ഞ ഒരു സീരീസ് ആയി മാറട്ടെ നമ്മുടെ. വളരെ കുറച്ച് സമയം നോക്കിയിട്ടുള്ളൂ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഇപ്പൊ 20-ാം തീയതി ജനങ്ങളിലേക്ക് എത്തുകയാണ്. എല്ലാവരും അത് ഏറ്റെടുക്കട്ടെ. എല്ലാവരുടെയും ലൈഫിൽ ഒരു റെഡ് മഷി വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഉഗ്രം സീരീസ് ആയി മാറട്ടെ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. നമ്മൾ ഇതിന്റെ സക്സസ് പാർട്ടിക്ക് വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ശ്രീനാഥ്. താങ്ക് യു.